BJP ബന്ധാരോപണത്തെ തുടർന്ന് ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കി. CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നടപടി. സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ക്ഷുഭിതനായ ഇ.പി. ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ പങ്കെടുക്കാതെ കണ്ണൂരിലെത്തി. പറയാമെന്ന് മാത്രമായിരുന്നു വീട്ടിലെത്തിയ മാധ്യമങ്ങളോട് ഇ.പി.യുടെ പ്രതികരണം. അല്ലെങ്കിൽ രാജ്യസന്നദ്ധത അറിയിച്ചു എന്നാണ് പറയുന്നത്. ശരിയാണോ? എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനുള്ളപ്പോൾ ഞാൻ നിങ്ങളെ വിളിക്കാം. No, they will take a decision. I have not. ടി.പി. രാമകൃഷ്ണനാണ് LDF കൺവീനറുടെ ചുമതല. ഉച്ചയ്ക്ക് ശേഷം 3:30 CPI സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. ഇ.പി. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിനെ കുറിച്ച് അറിയില്ലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്. സംസ്ഥാന കമ്മിറ്റിയാണ് വിഷയം കൈകാര്യം ചെയ്യുന്നതെന്നും പ്രകാശ് കാരാട്ട്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ഷഫീദ്, പാർട്ടിക്ക് പലവട്ടം തലവേദന ഉണ്ടാക്കിയെങ്കിലും ത്യാഗോജ്ജലമായ ഒരു രാഷ്ട്രീയ ചരിത്രമുള്ള നേതാവാണ് ഇ.പി. ജയരാജൻ. ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് LDF കൺവീനർ പോലുള്ള പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് മുതിർന്ന നേതാവിനെ മാറ്റി നിർത്താൻ ഈ ഒരു തീരുമാനം വൈകിപ്പോയി എന്ന വിമർശനങ്ങൾ ഉയരുന്നുണ്ടെങ്കിലും ഈ സമയം തന്നെ തിരഞ്ഞെടുത്തതിന്റെ കാരണം എന്താണ്? എങ്ങനെയാണ് ആ ചർച്ചകൾ വീണ്ടും സജീവമായത്? ഗോകുൽ, LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ നീക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് BJP ബാന്ധവ ആരോപണം ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നിർണായകമായ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോളിംഗ് ദിവസം പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള കാര്യം ഇ.പി. ജയരാജൻ പരസ്യമായി സമ്മതിച്ചിരുന്നു. മാത്രവുമല്ല, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇ.പി. ജയരാജൻ അത് പറയുന്നു. അതിനും അപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രൻ അടക്കം ഉന്നയിച്ച ചില ആരോപണങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ പോലും സ്വാഭാവികമായും പാർട്ടി പ്രതിരോധത്തിലായി എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പാർട്ടിയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള പ്രതിസന്ധി, പ്രതിരോധം അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് സംഭവിക്കുകയും പാർട്ടി മുന്നണിക്കുള്ളിൽ തന്നെ പാർട്ടിയെ സംശയാസ്പദമായ രീതിയിൽ നോക്കിക്കാണുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. അതടക്കമുള്ള കാര്യങ്ങൾ ആ രീതിയിൽ പുരോഗമിക്കുന്നതിനിടെ അപ്പോൾ തന്നെ ഒരു നടപടി വേണ്ട എന്നുള്ള കാര്യം CPM നിലപാടെടുത്തിരുന്നു. കാരണം ഈ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ സജീവമാക്കുന്നതിനിടെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ കോൺഗ്രസിന് അത് വെട്ടിവെച്ചു കൊടുക്കുന്ന, CPM-നെ അടിക്കാൻ അല്ലെങ്കിൽ LDF-നെ അടിക്കാൻ വെട്ടിവെച്ചു കൊടുക്കുന്ന ഒരു വടിയാകും ആ സമയത്ത് ഇ.പി. ജയരാജനെതിരെയുള്ള നടപടി എന്നുള്ളതായിരുന്നു ഇക്കാര്യത്തിലെ CPM-ന്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് നടപടി ഇത്ര കണ്ട് വൈകിയത്. പക്ഷേ ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ CPI എന്തുകൊണ്ട് ഈ നടപടി വൈകുന്നു എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു എന്നുള്ള വിവരമുയർത്തി CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ തന്നെയാണ് വിമർശനങ്ങൾക്ക് തുടക്കം, അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത്. ശേഷം രാജ്യസന്നദ്ധത അത് ഇ.പി. ജയരാജൻ അറിയിച്ചു. അതിനുശേഷം VN വാസവനാണ് അക്കാര്യത്തിൽ ഈ തീരുമാനം നേരത്തെ വേണമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ എടുക്കേണ്ട തീരുമാനമായിരുന്നു എന്നുള്ള കാര്യം ഒരു അഭിപ്രായ പ്രകടനം നടത്തിയത്. ഇതോടെ ക്ഷുഭിതനായ ഇ.പി. ജയരാജൻ ചിന്താ ഫ്ളാറ്റിലെ മുറി ഒഴിഞ്ഞ് ഇന്ന് രാവിലെ എയർ ഇന്ത്യ എക്സ്പ്രസിൽ കണ്ണൂരിലേക്ക് മടങ്ങുകയായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് ഒരൊറ്റ വാക്കിൽ അദ്ദേഹത്തിന്റെ മറുപടി ഒതുക്കി. പക്ഷെ അപ്പോഴും ഇതിൽ ഏറ്റവും നിർണായകമായി മാറുക ഈ CPM സംസ്ഥാന കമ്മിറ്റിയിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ അച്ചടക്ക നടപടി, ഇപ്പോൾ ഇ.പി. ജയരാജൻ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്, അപ്പോൾ കൂടുതൽ അച്ചടക്ക നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള തീരുമാനം. പാർട്ടിയെ സംബന്ധിച്ച് നാളെ മുതൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിക്കുന്നു. അപ്പോൾ താഴെ തട്ടിലുള്ള വിമർശനം അത് ഒഴിവാക്കുക കൂടി ഈ നടപടിയിലൂടെ, ഈ അച്ചടക്ക നടപടിയിലൂടെ CPM ലക്ഷ്യമിടുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 3:30 CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും BJP ബാന്ധവ ആരോപണത്തിലാണ് ഇ.പി. ജയരാജന്റെ സ്ഥാനചലനമെന്ന് പാർട്ടി ഒരിക്കലും പരസ്യമായി സമ്മതിക്കാൻ ഇടയില്ല. അതേസമയം പാർട്ടിക്കുള്ളിൽ തന്നെ ഈ സ്ഥാനത്ത് നിന്ന് ഇ.പി. ജയരാജനെ മാറ്റണം എന്നുള്ള അഭിപ്രായ രൂപീകരണം ഉണ്ടായിരുന്നു. മുതിർന്ന നേതാക്കളടക്കം അത് ചില ഘട്ടത്തിൽ പാർട്ടി നേതൃത്വത്തോട് അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് കടുത്ത വിമർശനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് ഇ.പി. ജയരാജനെ ആ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. ഇന്നലെ ചേർന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിവാദങ്ങൾ അല്ലെങ്കിൽ ഈ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി മൗനമായി തുടർന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗൂഗിൾ ഷഫീദ, മുമ്പും പലതവണ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളോട് പിണങ്ങി മാറി നിൽക്കുന്ന, പൊതുവേദിയിൽ നടക്കം പാർട്ടി വേദിയിൽ നടക്കം പിണങ്ങി മാറി നിന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇ.പിയുടെ ഭാഗത്തുനിന്ന്. സ്വാഭാവികമായി ഇത്തരമൊരു നടപടിയോട് ഇ.പി എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്നതും ശ്രദ്ധേയമല്ലേ? ഗോകുൽ, ഉറപ്പായിട്ടും. കാരണം ഇതിനു മുൻപ് തന്നെ ഈ മുന്നണി കൺവീനർ എന്ന നിലയിൽ ഇ.പി. ജയരാജൻ സജീവമല്ല എന്നുള്ള വിലയിരുത്തൽ, അങ്ങനെയുള്ള ചില വിലയിരുത്തലുകൾ, അഭിപ്രായങ്ങളടക്കം പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരുന്നു. അക്കാര്യത്തിൽ എന്ത് നടപടിയെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങളിലേക്ക് പാർട്ടി ആലോചിക്കുന്നതിനിടയിലാണ് ഈ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച. അത് ശോഭാ സുരേന്ദ്രൻ കൊളുത്തുവിട്ടൊരു തിരി നന്ദകുമാർ ഏറ്റെടുക്കുന്ന. ഒടുവിൽ തെരഞ്ഞെടുപ്പ് ദിവസം അത് ഇ.പി. ജയരാജൻ സമ്മതിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഇ.പി. ജയരാജന്റെ നടപടിയിൽ ഇനി എത്രത്തോളം സംരക്ഷണം മുഖ്യമന്ത്രിക്ക് ഒരുക്കാൻ
നീക്കാൻ കഴിയുമെന്നടക്കമുള്ള ചോദ്യങ്ങൾ പല ഘട്ടത്തിൽ ഉയർന്നതുമാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് ഇക്കാര്യത്തിലുള്ളത് സാധാരണഗതിയിൽ ഉണ്ടായിരുന്ന വിമർശനങ്ങളെ കുറിച്ചുള്ള കടുത്ത വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്നലെ EP ജയരാജനെതിരെ ഉയർന്നത്. അത് BJP ബാന്ധവം എന്നതിനപ്പുറത്തേക്ക് നിരാമയ റിസോർട്ട് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് EP ജയരാജന്റെ ബിസിനസ് ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇടതു നയങ്ങൾക്ക് ചേരുന്നതല്ല എന്നുള്ള വിമർശനം അത് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായി. അതുകൊണ്ട് തന്നെ അതിൽ ക്ഷുഭിതനായി അത്തരം വിമർശനങ്ങളിൽ ക്ഷുഭിതനായിട്ടാണ് EP ജയരാജൻ തിരുവനന്തപുരത്ത് നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പങ്കെടുക്കാതെ മടങ്ങിയത്. ഇനി EP ജയരാജന്റെ തുടർ നീക്കങ്ങൾ ശ്രദ്ധേയമാകും. ഒരുപക്ഷെ അദ്ദേഹം അത് ഈ തീരുമാനങ്ങൾ അംഗീകരിക്കുമെങ്കിൽ കൂടി അത് പാർട്ടി പറയുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചില ബുദ്ധിമുട്ടുകളാൽ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി എന്നുള്ളതായിരിക്കും പാർട്ടിയുടെ ഒരു വിശദീകരണം. പക്ഷെ അപ്പോൾ പോലും EP ജയരാജൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ വിയോജിപ്പ് അത് പരസ്യമായി പ്രകടമാക്കുമോ എന്നുള്ളതാണ് ഇനി നിർണായകം. ഗോകുൽ, ഷഫീദ, മുമ്പ് TG നന്ദകുമാറുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ബന്ധം അക്കാര്യത്തിൽ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെന്ന് പാർട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് പാർട്ടി പറഞ്ഞ വഴിക്ക് ആ വിഷയത്തിൽ EP നിയമപരമായി കൂടി നീങ്ങിയതാണ്. അത്തരം നടപടികൾക്കപ്പുറത്തേക്ക് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന മുകേഷുമായി ബന്ധപ്പെട്ട് മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്ന പ്രതികരണമാണ് ഏറ്റവും ഒടുവിൽ പാർട്ടിയെ വെട്ടിലാക്കിയ EP-യുടെ ഭാഗത്തു നിന്ന് വന്ന വാക്ക്, EP-യുടെ വായിൽ നിന്ന് വീണ വാക്ക്. അതുകൂടി ഇത്തരത്തിലൊരു ചർച്ച വീണ്ടും സജീവമാക്കാൻ വഴിവെച്ചിട്ടുണ്ടോ? ഗോകുൽ, അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം നിലവിൽ ഇപ്പോൾ ഇന്നലെ ഈ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ഉയർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് അതായത് ഈ BJP ബാന്ധവ വിവാദം അത് CPI ഉയർത്തുന്നു. വീണ്ടും CPI അതൊരു വിമർശനമായി ഉയർത്തുന്നുണ്ട്. അത് മുന്നണിക്കുള്ളിൽ ഒരു സമ്മർദ്ദമായി CPI ഉയർത്തുന്നു എന്നുള്ളതായിരുന്നു. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. അപ്പോൾ സ്വാഭാവികമായും മറ്റ് കാരണങ്ങൾ അതിലേക്ക് വഴിതെളിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം നേതാക്കൾ മടങ്ങുന്നതാണ്. മന്ത്രി VN വാസവൻ, അതേപോലെ തന്നെ മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് ശേഷം AKV സെന്ററിൽ നിന്ന് മടങ്ങുന്നതാണ്. ഇന്ന് വൈകിട്ട് 3:30 CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോഴായിരിക്കും ഔദ്യോഗികമായിട്ടുള്ള പാർട്ടിയുടെ നിലപാട് അറിയുക. ഏതായാലും നമ്മൾ സംസാരിച്ചുകൊണ്ടുവന്ന വിഷയം നിലവിൽ ഇപ്പോൾ ഈ ഉന്നയിച്ചിരിക്കുന്ന വിഷയവും അതേപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറിയിൽ ഉയർന്ന ചർച്ചയും അത് BJP ബന്ധം തന്നെയാണ്. കാരണം അത് തിരഞ്ഞെടുപ്പിലുണ്ടാക്കിയ ഒരു കോട്ടം എന്നതിനപ്പുറത്തേക്ക് അത് താഴെത്തട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളെ അതെങ്ങനെ ബാധിച്ചു എന്നുള്ളത് CPM കാര്യമായി വിലയിരുത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷം ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും സംസ്ഥാന നേതൃയോഗങ്ങളിലുമൊക്കെ ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നിരുന്നു. കാരണം ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കുന്നതിൽ ചില പ്രശ്നങ്ങൾ മാത്രവുമല്ല CPI അടക്കം ഉയർത്തിയ പോളിംഗ് ദിവസം തന്നെ ഉണ്ടായിട്ടുള്ള ഈ EP ജയരാജനെ തുറന്നു പറച്ചിൽ ഇതടക്കമുള്ള കാര്യങ്ങൾ വലിയ തരത്തിൽ തെരഞ്ഞെടുപ്പിലും പാർട്ടിയുടെ മുന്നോട്ടുള്ള പോക്കിനും മുന്നണിയുടെ മുന്നോട്ടുള്ള പോക്കിനുമൊക്കെ തടസ്സമാകുന്നു, അല്ലെങ്കിൽ പ്രതിസന്ധി ഉണ്ടാക്കിയെന്നുള്ള പൊതു വിലയിരുത്തലുണ്ട്. ആ വിലയിരുത്തലുകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ഗോകുൽ, ഷഫീദ്, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിൽ തുടക്കം മുതൽ CA വിഷയം ഉയർത്തിയായിരുന്നു CPM-ന്റെ പ്രചാരണം. അത്രയും മുഖ്യമന്ത്രിയൊക്കെ എല്ലാ വേദികളിലും അത് പറഞ്ഞു വന്നിടത്താണ് ഏറ്റവും ഒടുവിൽ BJP-യുമായി ചർച്ച നടത്തിയെന്ന EP ജയരാജന്റെ അല്ലെങ്കിൽ പ്രകാശ് ജാവ്ദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ഒരു തുറന്ന് പറച്ചിൽ ഉണ്ടാകുന്നത്. അത് ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു എന്നത് നമുക്കറിയുകയും ചെയ്യാം. മുന്നണിയിൽ ഇപ്പോൾ മറ്റ് പാർട്ടികൾ നേരത്തെ തന്നെ മുന്നണി സംവിധാനത്തിൽ അതിനെ ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ അല്ലെങ്കിൽ LDF എന്ന സംവിധാനത്തെ നയിച്ചു കൊണ്ടുപോകാൻ കൺവീനർക്ക് കഴിയുന്നില്ല എന്ന വിമർശനം ഉയർത്തിയതുമാണ്. ഈ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം ഒരു നടപടി അത് വൈകി എന്ന ഒരു വിമർശനം കൂടി ഒരു വശത്ത് ഉയരുന്നുണ്ടല്ലോ. ഇപ്പോൾ പുറത്തുവരുന്ന വിവരം സംസ്ഥാന കമ്മിറ്റിയിൽ ഈ വിഷയം, അതായത് EP ജയരാജനെ സ്ഥാനത്ത് നീക്കിയ വിഷയം ചർച്ചയാവുകയും TP രാമകൃഷ്ണൻ LDF കൺവീനർ സ്ഥാനം അത് അദ്ദേഹം അംഗീകരിച്ചു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേഷൻ. അതായത് അദ്ദേഹത്തിന് മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. ഇന്നലെ AK ബാലൻ പരിഗണിച്ചപ്പോൾ അദ്ദേഹം ചില തടസ്സങ്ങൾ ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇപ്പോൾ TP രാമകൃഷ്ണൻ അക്കാര്യത്തിൽ തടസ്സങ്ങൾ ഉന്നയിച്ചില്ല, അദ്ദേഹം അത് അംഗീകരിച്ചു എന്നുള്ള പുതിയ വിവരം വരുന്നുണ്ട്.